ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ. ശിവഭഗവാൻ പാർവതീദേവിയോട് പുത്രലാഭാലോചന മുതൽ കഥ പറഞ്ഞു തുടങ്ങുന്നു. അമിത ഗുണവാനാം നൃപതി ദശരഥൻ, അമലനയോധ്യാധിപതി ധർമാത്മാവീരൻ, അമിത കുലവര തുല്യനാം സത്യപരാക്രമൻ, അങ്കജസമൻ കരുണാരത്നാകരൻ, കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും, ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാനെന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജാതി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും, വരിഷ്ഠതബോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥനപനോടരുൾ ചെയ്തു, നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തണമിശ്രശൃംഖന ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. പുത്രകാമേഷ്ടി തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാഗം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ, വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം. ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഠത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂവതിപ്രവരനു കൊടുത്തു മറഞ്ഞിതു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തക്ഷണം പ്രീതിയോടെ. കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാൽപനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം.
പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം. ദിനംതോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്തപുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും 4 പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗൃഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം. കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെട്ടിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ. സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മല മകുടവും സുന്ദര ചിഗുരവും അളകസുഷമായും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവുമാരുണ്യാംബര പരിശോഭിത ജഘനവും ശംഖചക്രാബ്ജഗദാ ശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകള രാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചി നൂപുരമുഖ മണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷദനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതെര സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയമാശ്രയിച്ചെന്തിന്നിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനനന്ദൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ അദ്വയനജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസപത്മമധൂപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ
സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നോട് ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാമെനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംഭോജം കാൺമാനും യോഗം വന്നു. ത്വൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണമിക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശമോഹിപ്പിച്ചീടായികമാം ലക്ഷ്മീപതേ. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശാ മറയ്ക്കണം മറ്റുള്ളോർ കാണും മുൻപേ. ലാളനാശേഷാദ്യനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖസംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു. മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതുമന്തരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം. ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കേണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണമിപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുവെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമീതും. യാതൊരു മർത്യനിഹ നമ്മിലേ സംവാദമിതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും. ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലം കയ്യും കുടഞ്ഞു കരയുന്നോൻ. ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദരരൂപനരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്തൻ. നന്ദനനുണ്ടായതെന്നാശു കേട്ടു ഒരു പങ്ക്തി ചന്ദനഥ. പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ. പുത്രവക്ത്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ. ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകേയി സുതൻ പിറ്റേന്നാളും. സുമിത്രാപുത്രന്മാരായുണ്ടായതിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം. ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ടശ്രുക്കൾ ജനങ്ങൾക്കും. സ്വർണരത്നൗഖം വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം. വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ. ഭരണനിപുണനാം കൈകേയി തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി.
ലക്ഷണാന്വിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നനെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ. സാമോദം ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ. കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണാവാംഗവീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണ്ണാലാപ പീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ദവം കൊണ്ടും ബന്ധുകദന്താംബരചുംബന രസം കൊണ്ടും ബന്ധുരദന്താങ്കുരസ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിതപാദാബ്ജദ്വയയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം. ഫലദേശാന്തേ സ്വർണാശ്വത്ഥപർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണി കുണ്ടലം മിന്നിടുന്ന സ്വർണദർപ്പണ സമ ഗണ്ഡമണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ടകാണ്ഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസീമാല്യങ്ങളും നിസ്തുല പ്രഭവത്സലാഞ്ചനവിലാസവും അങ്കദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടുമൊരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കു നാഥൻ ഭർത്താവിനധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിനിതാനും കളിച്ചു വിളങ്ങിനാൾ. ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചു. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സംപ്രതി കൗമാരവും സംപ്രാപിച്ചിതുമല്ലേ. വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനിച്ചിതു ബാലന്മാരെ. ശ്രുതികളോട് പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികൾ ഉപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതം അവ പാടവമേറും നിര ശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മരുനീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും. സഹസ്രപത്രോത്ഭവപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ. ധനുർവേദാംഭോനിധിപാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടോരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളി സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ. കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി പ്രത്യകഭാവം കൈക്കൊണ്ടാരനുദിനം. രാഘവനതു കാലമേകതാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരഥമേറി പ്രാണസംവിധനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര ഖഡ്ഗാദ്യായുധങ്ങളും പൂണ്ടു കാനനദേശേ നടന്നിടിനാൻ. നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ജയം കൊല ചെയ്താൻ. ഹരിണ ഹരികരി കരടി ഗിരിഗിരി ഹരിജാതൂലാദികൾ അമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും ഉഷസ്സുഷശുദ്ധായ കുളിച്ചൂത്ത് ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം
ജനകജനനിമാർ ചരണാംബുജം വന്നിച്ചനുജനോടു ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാ മൃഷ്ടഭോജനം കഴിച്ച ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു. നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമിപാലകവൃത്തി കൈക്കൊണ്ടു വാണിടിനാൻ. ചേതസാ വിചാരിച്ചു കണ്ടിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനല്ലില്ലല്ലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. അപ്പോൾ ശിവഭഗവാൻ പാർവതീദേവിയോട് പറഞ്ഞ കഥയാണല്ലോ. അയോധ്യാധിപതി ആയ ദശരഥന് 3 ഭാര്യമാരുണ്ടായിരുന്നു. കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർ. അവർക്ക് മക്കളില്ലാത്തത് വളരെ ഖേദമായിരുന്നു. വസിഷ്ഠമുനിയായ അദ്ദേഹത്തിൻ്റെ ഗുരുവിനോട് പറഞ്ഞതിന് പ്രകാരം അദ്ദേഹം ഉപദേശിച്ചു. പുത്രകാമേഷ്ടി യാഗം നടത്തിയിട്ടുണ്ടെങ്കിൽ പുത്രന്മാരുണ്ടായി വരും, 4 പുത്രന്മാരുണ്ടാവുമെന്ന് അദ്ദേഹം ആശീർവദിക്കുകയും ചെയ്തു. വിഭാണ്ഡക മുനിയുടെ പുത്രനായ ഋഷ്യശൃംഗമുനിയെ വിളിച്ചു വരുത്തി പുത്രകാമേഷ്ടി യാഗം നടത്തി. ആ ഹോമകുണ്ടത്തിൽ നിന്നും ഒരു പാത്രത്തിൽ പായസവുമായി അഗ്നിദേവൻ പൊങ്ങി വന്നു. അദ്ദേഹം അത് രാജാവിന് നൽകിയും അദ്ദേഹം അത് കൗസല്യയ്ക്കും കൈകേയിക്കും നൽകി എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ പറയുന്നത് 3 പേർക്കും അദ്ദേഹം തന്നെ വീതിച്ചു നൽകിയതായിട്ടാണ്. ബാക്കി കൗസല്യയ്ക്ക്, ബാക്കി പാതി കൊണ്ട് സുമിത്രയ്ക്കും കൈകേയിക്കും. അതിൽ എത്രയൊക്കെയോ വീതിക്കുന്നുണ്ട് അദ്ദേഹം. അതുകൊണ്ട് ഇതിലെ പോലല്ല അതിൽ വീതിക്കുന്നത്. ഇതിപ്പോൾ കൗസല്യ പാതി സുമിത്രയ്ക്ക് കൊടുത്തു, കൈകേയിക്ക് ഇട്ടതിൻ്റെ പാതി സുമിത്രയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഏതായാലും 3 പേരും ഗർഭിണികളായി. കൗസല്യയ്ക്ക് പുണർദ നക്ഷത്രത്തിലും പിറ്റേന്ന് കൈകേയിക്ക് പൂയ നക്ഷത്രത്തിലും അതിൻ്റെ പിറ്റേന്ന് സുമിത്രയ്ക്ക് ആയില്യം നക്ഷത്രത്തിലും സുമിത്രയ്ക്ക് 2 കുഞ്ഞുങ്ങൾ, കൗസല്യയ്ക്കും കൈകേയിക്കും ഓരോ കുഞ്ഞുങ്ങൾ. അങ്ങനെ ജനിച്ചു. കൗസല്യയ്ക്കുണ്ടായ കുട്ടി വിഷ്ണു രൂപത്തിൽ ആണ് അമ്മയ്ക്ക് പ്രത്യക്ഷനായത്. ശ്രീനാരായണനെ കണ്ട് ആനന്ദപരവശയായ കൗസല്യാദേവി സ്തുതിച്ചു. ശിശുവായി തന്നെ പ്രത്യക്ഷപ്പെടാനായിട്ട് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് വന്നു പിറന്നെന്ന ചോദ്യത്തിന് താൻ ദുർമതം പെടുത്ത രാവണനെ കൊല്ലാനായി എത്തിയതാണെന്നും പറഞ്ഞു. പിന്നെ അമ്മയുടെ താല്പര്യപ്രകാരം ശിശുവായി തന്നെ രൂപം കൊണ്ടു. വാൽമീകി രാമായണത്തിൽ പക്ഷേ ഇതൊന്നും പറയുന്നില്ല. പ്രത്യേകമായിട്ട് ഒന്നും അവർ അറിയുന്നുമില്ല. രാമനും അറിയുന്നില്ല, കൗസല്യയും അറിയുന്നില്ല. ഒരു സാധാരണ ശിശുവായി തന്നെയാണ് ജനിക്കുന്നതും വളരുന്നതും എല്ലാം. കൗസല്യയ്ക്ക് രാമൻ, കൈകേയിക്ക് ലക്ഷ്മണൻ, സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും. രാമനും ലക്ഷ്മണനും ഒന്നിച്ചേ നടക്കൂ. അതുപോലെ ഭരതനും ശത്രുഘ്നനും ഒന്നിച്ച് തന്നെ നടക്കുന്നു. കുട്ടികളുടെ സൗന്ദര്യവും സൽസ്വഭാവവും ഒക്കെ പഠനോത്സക്യവുമെല്ലാം പരാമർശിച്ചിരിക്കുന്നു. ഈ ഭാഗം വായിച്ചപ്പോൾ, ചിന്തിച്ച് നോക്കിയപ്പോൾ വളരെ രസകരമായി തോന്നി. കാരണം രാമായണം വായിച്ചു വന്നപ്പോൾ വളരെ രസകരമായി തോന്നിയ കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എത്രയോ വർഷങ്ങളായി നമ്മൾ രാമായണം വായിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി എന്തെങ്കിലും കിട്ടിയോ എന്ന് ചെറിയ ഗ്രൂപ്പുകളിൽ ഞാൻ ചോദിക്കാറുണ്ട്. എന്ത് കിട്ടാൻ എന്നൊരു നിസ്സംഗമായ മറുപടിയെ കിട്ടാറുള്ളൂ. അത് ഒരുപക്ഷെ ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യമായിരിക്കാം. ഏതായാലും കഴിഞ്ഞ വർഷം വരെ അവ്യക്തമായി കിടന്ന ആ ചിന്തകളിലേക്ക് ചെറിയ രീതിയിൽ വെളിച്ചം വന്നു തുടങ്ങിയെന്ന് സന്തോഷപൂർവ്വം പറയട്ടെ.
സീതാദേവി ഹനുമാനോട് ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞു എന്ന് പറയുന്നിടത്താണ് അധ്യാത്മരാമായണം തുടങ്ങുന്നത്. എന്തുകൊണ്ട് ഹനുമാനോട് പറയൂ എന്ന് രാമൻ പറഞ്ഞത്? ഹനുമാൻ എന്നിലും നിന്നിലും അഗാധമായ വിശ്വാസം, ഭക്തിയുള്ളവനാണ്. നിന്നിലും എന്നിലും എന്ന് പറയുമ്പോൾ രണ്ട് ശക്തിയാണല്ലേ. അപ്പോൾ ദേവി പറയുന്നത് എന്നാൽ ഞാൻ പ്രകൃതിയാണ്, രാമൻ പരമാത്മാവാണ്. ആ ശക്തി പ്രതിഫലിപ്പിക്കുന്ന പ്രകൃതിയാണ് ഞാൻ. ഇവിടെ ഇതാ ഭഗവത്ഗീതയിലെ രണ്ട് തത്വങ്ങൾ കടന്നു വരുന്നു. എന്തൊക്കെയെന്നോ? രണ്ട് ശക്തികളാണുള്ളതെന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. ഒന്ന് പരാശക്തി, മറ്റൊന്ന് അപരാശക്തി. അപ്പം ആ പരാശക്തിയാണ് രാമൻ, അപരാശക്തിയാണ് സീതാദേവിയായിട്ട് പ്രകൃതിയായിട്ട് വന്നിരിക്കുന്നത്. ഹനുമാൻ ആരാണ്? എന്താണ് സ്വഭാവം? എന്നിലും നിന്നിലും അഭേദയായുള്ള ഭക്തി, പരമാത്മജ്ഞാനത്തെ അല്ലാതെ മറ്റൊന്നിലും ആശയില്ലാത്തവൻ, നിർമ്മമൻ, മറ്റാരോടും മമതയില്ലാത്തവൻ, ആരോടും പ്രത്യേകിച്ച് മമതയില്ലാത്തവൻ, നിത്യ ബ്രഹ്മചാരികളിൽ മുമ്പ്, കൽമഷമില്ലാത്തവൻ എന്ന് വെച്ചാൽ ദുഷ്ചിന്തകളോ കാമക്രോധ ലോകമോഹാദികളൊന്നുമില്ലാത്തവൻ. ഇവനാണ് ബ്രഹ്മോപദേശത്തിന് ഇവൻ തികച്ചും അർഹനാണ്. അതുകൊണ്ട് സീതയെ പറയൂ ഹനുമാനോട് എന്നാണ് രാമൻ പറയുന്നത്. ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ 51-ാം ശ്ലോകം മുതൽ 54-ാം ശ്ലോകം വരെ നൈഷ്കർമ്മ സിദ്ധി പ്രാപിച്ചയാളെ വർണ്ണിക്കുന്നു. അതെല്ലാം ഈ ഹനുമാൻ്റെ സ്വഭാവത്തോട് യോജിക്കുന്നവയാണ്. ഗീതയിൽ 18-ാം അധ്യായത്തിൽ തന്നെ 67-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പരമമായ ഈ ഉപദേശം നീ ഒരു കാലത്തും തപസ്സിദ്ധി ഇല്ലാത്ത ഒരാളോടും പറയരുത്. ഭക്തിയില്ലാത്തവനോടും കേൾക്കാൻ ആഗ്രഹമില്ലാത്തവനോടും എന്നെ നിന്ദിക്കുന്നവനോടും ഇത് പറയാൻ പാടുള്ളതല്ല. അടുത്ത തത്വം ഏതെന്നാ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതഃ അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോഴെല്ലാം ലോകത്തിൽ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുമോ അപ്പോഴെല്ലാം അർജുന അധർമ്മനാശത്തിനായി സാധു സംരക്ഷണത്തിനായി ഞാൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ ശ്രീരാമൻ്റെ അവതാരത്തിൽ കൂടി നമ്മൾ കാണുകയാണ്. പിന്നെ ഒന്നുകൂടിയുണ്ട്, കശ്യപൻ്റെയും അതിഥിയുടെയും പുനർജന്മങ്ങളാണ് ദശരഥനും കൗസല്യയും എന്ന് പറയുന്നു. കശ്യപ പ്രജാപതി ഭഗവാനോട് അതിഥി ദേവി വിഷ്ണു ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ ഞങ്ങളുടെ പുത്രനായി പിറക്കണമെന്ന്. അതും പുനർജന്മ സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നതല്ലേ. ഇതാ ഇവിടെ നമ്മൾ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ യജ്ഞാനി സംയാതി നവാനി ദേഹി. മനുഷ്യൻ ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് ജീർണിച്ച ശരീരങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ശരീരങ്ങൾ കൈക്കൊള്ളുന്നു. അപ്പോൾ ഈ രാമായണത്തിൽ കൂടി ഭഗവത്ഗീതയിലെ തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപനിഷത്ത് തത്വങ്ങളാണ്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ വിശ്വാമിത്രൻ്റെ യാഗരക്ഷയാണ് ഇനി വരുന്നത്.